നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് ഗവേഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അഥവാ ROIL കുറിച്ചാണ്. ഇതൊരു വെറും ഫോർമാലിറ്റി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഗവേഷണ യാത്രയിൽ കയ്യിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ കൂടിയാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ റിസർച്ച് സ്റ്റഡി തുടങ്ങാനുള്ള പ്ലാനിലാണോ? ആണെങ്കിൽ ആ ഒരു തുടക്കത്തിലെ ടെൻഷനും എവിടുന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ശരിയല്ലേ? കയ്യിലൊരു മാപ്പ് പോലുമില്ലാതെ ഒരു വലിയ സ്ഥലത്ത് പര്യവേഷണത്തിനിറങ്ങിയതുപോലെ തോന്നും. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. പക്ഷെ പേടിക്കേണ്ട, ഇതൊക്കെ വളരെ സാധാരണമാണ്. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്നല്ലേ? ഇതാണ് നിങ്ങളുടെ റോഡ് മാപ്പ്, ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഈ ഒരു വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ദിശാബോധം തരാൻ ഇതിന് കഴിയും. അപ്പോൾ എന്താണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ റിസർച്ച് വിഷയത്തെക്കുറിച്ച് മുൻപ് ആരൊക്കെ എന്തൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഒരു ആഴത്തിലുള്ള അന്വേഷണം നടത്തുക. എന്നിട്ട് അതിനെ വിലയിരുത്തി മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിനൊരു കുറച്ചുകൂടി ഒഫീഷ്യൽ ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അർലിൻ ഫിങ്കിന്റെ ഈ വാക്കുകൾ നോക്കാം. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള അറിവുകളെ കണ്ടെത്താനും വിലയിരുത്താനും വ്യാഖ്യാനിക്കാനുമുള്ള ഒരു സിസ്റ്റമാറ്റിക് വഴിയാണിത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് നമ്മളെ ശരിക്കും സഹായിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഗവേഷണത്തിലെ ഗ്യാപ്പ് കണ്ടെത്തുക. അതായത് നിലവിലുള്ള അറിവിൽ എവിടെയാണൊരു വിടവുള്ളതെന്ന് കണ്ടുപിടിക്കുക. ശരിക്കും പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് അറിയാത്തതിലേക്കൊരു യാത്ര പോകുന്നത് പോലെയാണിത്. അപ്പോൾ ഈ ഗ്യാപ്പ് എങ്ങനെയാണ് ROIL കണ്ടെത്തുന്നത്? ഒന്ന്, നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം എന്നത് കൃത്യമായി പറഞ്ഞു തരും. 2, എവിടെയൊക്കെയാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുള്ളതെന്ന് ഇത് ചൂണ്ടിക്കാണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരാൾ ഓൾറെഡി ചെയ്തു വെച്ചൊരു സ്റ്റഡി അറിയാതെ വീണ്ടും ചെയ്ത് നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ ഇത് സഹായിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ചക്രം കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പകരം നിലവിലുള്ള അറിവിന്റെ മുകളിൽ പുതിയതെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. അതാണ് പോയിന്റ്. ഇത് നിങ്ങളുടെ സമയവും എനർജിയും ലാഭിക്കും, ഉറപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. നിങ്ങളുടെ സ്റ്റഡിയുടെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ROIL സഹായിക്കും. അതായത് മുൻപ് ഈ വഴിക്ക് പോയവരിൽ നിന്ന് പഠിക്കുക. അതെങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും നല്ല റിസർച്ച് ഡിസൈൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും. മറ്റുള്ളവർ ചെയ്ത പഠനങ്ങളിൽ അവരുപയോഗിച്ച രീതികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ ഡേറ്റ കളക്ട് ചെയ്യാനായി അവരുപയോഗിച്ച ടൂൾസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. സാമ്പിൾ സൈസ് എത്ര വേണം എന്നതിനെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടും. ഇതിലൊരു വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായി പുതിയ ടൂൾസ് ഒന്നും ഉണ്ടാക്കാൻ പോകേണ്ട. ഉദാഹരണത്തിന്, വേദനയുടെ അളവ് രേഖപ്പെടുത്താനുള്ള പെയിൻ സ്കെയിലുകളോ അല്ലെങ്കിൽ ഡിപ്രഷൻ കണ്ടെത്താനുള്ള ഇൻവെന്ററികളോ ഒക്കെ. ഇതൊക്കെ ഓൾറെഡി നിലവിലുള്ളതും ഒരുപാട് പഠനങ്ങളിൽ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ടതുമാണ്. അങ്ങനെയുള്ളവ നിങ്ങൾക്ക് ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ കണ്ടെത്താം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ റിവ്യൂ എപ്പോൾ ചെയ്യണമെന്നതിനും ഒരു സമയമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതായത് നമ്പറുകളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണെങ്കിൽ സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിശദമായ ഒരു ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യണം. കാരണം നിങ്ങളുടെ ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കാൻ അത് വേണം. എന്നാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ, അതായത് ആളുകളുടെ അനുഭവങ്ങൾ പഠിക്കുന്ന സ്റ്റഡിയിലാണെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്തതിനു ശേഷമാണ് പലപ്പോഴും ഈ റിവ്യൂ നടത്തുന്നത്. എന്തിനാണെന്നോ, ഗവേഷകന് ഒരു മുൻവിധിയുമില്ലാതെ ഫ്രഷായിട്ട് ആളുകളെ കേൾക്കാൻ വേണ്ടിയാണത്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പഠനത്തിന് ഉറപ്പുള്ള ഒരു അടിത്തറയിടുക. ഒരു കെട്ടിടത്തിന് ഫൗണ്ടേഷൻ എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് റിസർച്ചിന് ഈ അടിത്തറ. ശക്തമായൊരു ബേസ് ഉണ്ടാക്കാൻ ഇത് പലതരത്തിൽ സഹായിക്കും. ഒന്ന്, നിങ്ങളുടെ പഠനത്തെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ നഴ്സിംഗ് തിയറിയുമായി ബന്ധിപ്പിക്കാൻ പറ്റും. 2, നിങ്ങൾ അളക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് വേരിയബിൾസിന് വ്യക്തമായ ശാസ്ത്രീയ നിർവചനങ്ങൾ നൽകാം. പിന്നെ നിങ്ങളുടെ കണ്ടെത്തലുകളെ ന്യായീകരിക്കാനും ഒരു ഗവേഷകനെന്ന നിലയിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി സ്ഥാപിക്കാനും ഇത് കൂടിയേ തീരൂ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതെല്ലാം വെറും ഒരു അക്കാദമിക് എക്സസൈസാണോ? അല്ല. ഈ ഗവേഷണം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ രോഗികളുടെ അടുത്തേക്കെത്തുന്നത്, ബെഡ്സൈഡിലൊരു മാറ്റം കൊണ്ടുവരുന്നത്? അതിന്റെ ഉത്തരമാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അഥവാ EBP. എന്താണ് ഈ EBP എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഏറ്റവും പുതിയ റിസർച്ച് തെളിവുകളും നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും രോഗിയുടെ താൽപ്പര്യങ്ങളും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ല ചികിത്സ നൽകുക. പണ്ട് മുതലേ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനു പകരം ഇതാണ് ഏറ്റവും പുതിയ തെളിവുകൾ പറയുന്നത് എന്ന് പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്ന രീതി. ഇവിടെയാണ് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ശക്തി വരുന്നത്. പുതിയ റിസർച്ച് കണ്ടെത്തലുകൾ,
ആശുപത്രികളിലെ പ്രോട്ടോക്കോളുകൾ മാറ്റാൻ ആവശ്യമായ തെളിവുകൾ നൽകുന്നു. നഴ്സിംഗ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട പുതിയ പോളിസികൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതുവഴി രോഗികൾക്ക് കിട്ടുന്ന കെയർ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അപ്പോൾ ഈയൊരു ഫ്ലോ നോക്കൂ. ആദ്യം നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നു, തെളിവുകൾ കണ്ടെത്തുന്നു, ആ തെളിവുകൾ ഉപയോഗിച്ച് പുതിയ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് അഥവാ പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുന്നു, അത് പിന്നെ ബെഡ് സൈഡിൽ നടപ്പിലാക്കുന്നു, അവസാനം രോഗികൾക്ക് കിട്ടുന്ന കെയറിൻ്റെ ക്വാളിറ്റി കൂടുന്നു. കണ്ടില്ലേ ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണെന്ന്? അതുകൊണ്ട് ഓർക്കുക, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ തീസിസിന്റെ അവസാനം ചേർക്കാനുള്ള ഒരു ബിബ്ലിയോഗ്രാഫി മാത്രമല്ല. അത് നിങ്ങളുടെ യാത്രയിലെ മാപ്പാണ്, നിങ്ങളുടെ പഠനത്തിന്റെ ബ്ലൂ പ്രിന്റാണ്, നിങ്ങളുടെ മുഴുവൻ ഗവേഷണത്തിന്റെയും അടിത്തറയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ വഴികാട്ടിയുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം ഇതാണ്: നഴ്സിംഗ് രംഗത്ത് ഇനിയും ആരും ഉത്തരം കണ്ടെത്താത്ത ഏത് ചോദ്യത്തിനായിരിക്കും നിങ്ങൾ പരിഹാരം കാണാൻ പോകുന്നത്?